ഹായ് ഹലോ വിഷനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് ഡിസംബർ മാസമാണ്. അപ്പോൾ ഈ ഒരു മാസം നമ്മളിലേക്ക് എന്തൊക്കെയാണ്, നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ മാറുമോ, കരിയർ ആണെങ്കിൽ ആ ജോലിയിലെ തടസ്സങ്ങൾ മാറുമോ, ഒരു പണസംബന്ധമായിട്ടാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറി ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ, ഹെൽത്തിലാണെങ്കിലും എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ, ഈ ഒരു മാസം നമുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ടോപ്പിക്കായിട്ട് വെച്ചിട്ടുള്ളത്. വീഡിയോ കാണുന്നെങ്കിൽ മുഴുവനായിട്ട് കാണാം. തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്തിരിക്കുക, നല്ലപോലെ ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളിലേക്ക് ഈ ഒരു മാസം വരുന്ന മാറ്റങ്ങളെ പറ്റി കറക്റ്റായിട്ടുള്ളൊരു ഗൈഡൻസ് നമുക്ക് ഈ വീഡിയോ വഴി ലഭിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. അപ്പോഴും ഞാൻ പറയുന്നത്, ഇതിൽ പറയുന്ന കുറേ കാര്യങ്ങൾ ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാതെ തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടാകാം. പക്ഷെ ഒന്നിനെ നമ്മൾ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യാൻ നോക്കരുത്. കാരണം നിങ്ങളുടെ സാഹചര്യങ്ങൾ ചിലപ്പോൾ ഒരു ആക്യുറേറ്റ് എനർജി എടുത്താൽ മാത്രമാണ് നിങ്ങളുടെ എന്താണ് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് അറിയാൻ സാധിക്കുന്നുള്ളൂ. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളിൽ മാറ്റങ്ങൾ വരുന്നത്. അല്ലാതെ ഇങ്ങനെ ഇത്തരം ജനറൽ വീഡിയോസ് കണ്ടിട്ട്, കാരണം നമ്മൾ ആർക്ക് വേണ്ടിയും വീഡിയോ ചെയ്യുന്നില്ല, നമ്മൾ ഇന്നൊരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്യുന്നു, അത് നിങ്ങൾക്കൊരു പക്ഷേ റെസനേറ്റ് ആകാം. അല്ലാതെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് അവർക്ക് വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് പേയ്മെൻറ്റ് കാര്യങ്ങൾ വാങ്ങുന്നുണ്ട്. പേയ്മെൻറ്റ് ചിലപ്പോൾ കൂടുതലായിരിക്കാം, പലരും പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ നെഗറ്റീവും പോസിറ്റീവും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഞാൻ അത്തരൊരു ഇതിലാണ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റീഡിങ്സ് ഞാൻ എടുക്കാറുള്ളൂ. പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഇപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുമ്പോൾ പല വീഡിയോസിലും ചിലപ്പോൾ പറയുന്നുണ്ടാകാം തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഈ വീഡിയോ കാണുക, അല്ലെങ്കിൽ ഇത് കണ്ടാൽ 100% മാറും, 365 ദിവസവും നിങ്ങൾ തമ്മിൽ ഒടുക്കത്തെ സ്നേഹമായിരിക്കും, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എന്തോ അവർക്കത് റിസൾട്ട് ഉണ്ടോ എന്ന് അറിയുന്നില്ല. ഞാൻ അങ്ങനെ അത്തരത്തിൽ റീയൂണിയൻ വീഡിയോസ് ചെയ്യുമ്പോൾ അതിന് താഴെയുള്ള കമൻറ്റ് വായിച്ചാൽ അറിയാം. ഞാൻ ഈ പറഞ്ഞ ഇതേപോലെ യാദൃശ്ചികമായിട്ട് മറ്റൊരു ടാലറ്റ് കണ്ടു. അപ്പോൾ അതിൽ ഇതേപോലെ എഴുതിയിട്ടുണ്ട്, ഈ വീഡിയോ കണ്ട 365 ദിവസവും. എനിക്ക് തോന്നുന്നില്ല 365 ദിവസം, കാരണം എനർജി ചേഞ്ച് ആവുന്നതല്ലേ. അപ്പം ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും പ്രത്യേകതകൾ കാര്യങ്ങളുണ്ടാകാം. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം എൻ്റെ റീഡിങ്ങിന് ഞാൻ എമൗണ്ട് കൂടുതൽ വാങ്ങുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ വരാം. നമ്മൾ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ വീഡിയോ ചെയ്യുന്നത്, നിങ്ങൾക്കൊരു സൊല്യൂഷന് വേണ്ടിയിട്ടാണ്, ഒരു ഗൈഡൻസ്. അല്ലാതെ ഇത് അങ്ങനെ ഈ ഒരു കാര്യത്തിന് നമുക്ക് മാറ്റാം. നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രശ്നത്തിന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ അതിജീവിക്കാൻ പറ്റും. അതാണ് ടാരറ്റ് നമ്മൾ ഗൈഡൻസ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ അതിനെ തന്നെ കാത്തിരുന്ന് അന്ധമായി വിശ്വസിച്ച് വെറുതെ വിലപ്പെട്ട സമയം കളയരുതെന്നാണ് പറയാനുള്ളത്. പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട്, ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന ഒരാളാണ്, അത്തരം ഒരു ടാരറ്റ് എന്നൊരു ഇതിലോട്ട് നമ്മൾ എത്തപ്പെട്ടു. അതെല്ലാവരും എത്തുന്നതല്ല, വളരെ കുറച്ച് പേര് മാത്രം എത്തപ്പെടുന്നതാണ്. അപ്പം അതിനൊരു പർപ്പസ് ഉണ്ടാവാം. ഒരു വ്യക്തി റിലേറ്റഡ് ആയിരിക്കാം, ചിലപ്പോൾ അല്ലാത്തൊരു മാനസികാവസ്ഥകളിലായിരിക്കാം നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിൽ വരുന്നത്. അതിന് എന്തിനാണോ, എന്ത് പർപ്പസിനാണോ നിങ്ങൾ വന്നത്, ഒരു ഹീലിംഗ് പർപ്പസ് ഓൾറെഡി അവിടെ നടന്ന് നിങ്ങൾ നെക്സ്റ്റ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ആ ടാലൻറ്റിലോട്ട് നിങ്ങൾക്ക് അധികം ഒരു ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നൊരു സമയം വരും. അപ്പോൾ നിങ്ങൾ ഏകദേശം ആ ഒരു സാഹചര്യത്തിനെ അതിജീവിക്കാൻ തയ്യാറായി, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കടക്കേണ്ട സമയമായി. പിന്നെ ഈ ടാലൻറ്റ് തന്നെ കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അതവിടെ ഉപേക്ഷിക്കുക, അത് കഴിഞ്ഞു, അതുവരെയുള്ള പരിപാടീസ് കഴിഞ്ഞു, നെക്സ്റ്റിലോട്ട് പോവുക എന്നാണ്. എന്തിനൊരു കാരണം ഉണ്ടാകും. അല്ലാതെ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ കടിച്ചു പിടിച്ച് നിന്ന് ടാലറ്റ് കണ്ടിട്ട് ഒരു കാര്യമില്ല, അവിടെ നിൽക്കുള്ളൂ. നിങ്ങൾക്ക് തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ പതിയെ മനസ്സിലാകും ഓട്ടോമാറ്റിക്കലി, ആ ഒരു ടൈം കഴിയുമ്പോൾ. അപ്പോൾ ടാലറ്റ് എന്തിനു നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്കൊരു സൊല്യൂഷൻ, നമ്മളതിൽ വിശ്വസിക്കുന്നു, ടാലറ്റ് കാർഡിൽ വിശ്വസിക്കുന്നു, അതിൽ വിശ്വസിച്ച് നമ്മളൊരു കാർഡ് എടുക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇതിലാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോകാം. ഞാൻ താഴെ ഒരു നമ്പർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിന് വേണമെങ്കിൽ അതിൽ സമീപിക്കാം. നമ്മൾ ഫ്രീ ആയിട്ടല്ല കേട്ടോ ചെയ്യുന്നത്. പലരും അങ്ങനെ ചോദിക്കാറുണ്ട്. ഞാൻ ആർക്കും അങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യാറില്ല. ഒരാൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യേണ്ടി വരും. എനിക്കതിനുള്ള സമയവും ഇല്ല. അപ്പോൾ അതും കൂടിയാണ് കാരണം. നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നെ എന്തൊരു റീഡിങ് എടുക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ആ റീഡിങ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ആ സമയത്ത് നമുക്കത് മുഴുവനായിട്ട് കേൾക്കാം. അല്ലാതെ ആദ്യം ഒരു വട്ടം കാര്യങ്ങൾ പറഞ്ഞ് അതല്ല, നമ്മൾ റീഡിങ് എടുക്കുമ്പോഴല്ലേ ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ കേട്ടിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ അത്തരത്തിലൊക്കെ സഹകരിക്കുക. നമ്മുടെ റീഡിംഗ് ആയിട്ട് താല്പര്യമുള്ളവർ മാത്രം വരാം. ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല, വീഡിയോ കാണാൻ ഒന്നിനും ഫോഴ്സ് ചെയ്യുന്നില്ല. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ആരും എൻ്റെ ചാനൽ കാണണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല, സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നുമില്ല. കാരണം ഞാൻ അറിയുന്ന ഒരു കാര്യത്തിന് ചെയ്യുന്നു. ഞാൻ ഇതേപോലെ പേഴ്സണൽ റീഡിങ് ചെയ്യുന്നുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, എമൗണ്ട് കൂടുതലായിരിക്കാം. അങ്ങനെ നമ്മൾ അതിനൊന്നിനും പറയുന്നില്ല. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്, നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ കുറച്ച് കാർഡ് ഷഫിൾ ചെയ്യാം. ഈ ഒരു ഡിസംബറിൽ നിങ്ങൾക്കിടയിലുള്ള എല്ലാ വിധത്തിലുള്ളത്, കരിയറോ ലവോ മണി ഹെൽത്ത്, എല്ലാ മേഖലകളിലും എന്ത് മാറ്റങ്ങളാണ് വരുന്നത്,
നിങ്ങൾക്കിടയിൽ ആ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ മാറുന്നുണ്ടോ? എല്ലാ ഇഷ്യൂസ് മാറി നിങ്ങൾക്ക് ഓക്കെ ആകാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, വീഡിയോ നല്ല രീതിയിൽ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ കാർഡ് ഷഫിൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് കാർഡുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാർഡുകളുടെ ഒരു എനർജി കാര്യങ്ങൾ പറയാം. 2, 4, 6, 8, 10, 11 കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ കാർഡിൻ്റെ എനർജി പറയാം. അത് നിങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ നോക്കാം, സാഹചര്യങ്ങളായിട്ട് നോക്കാം. കുറച്ച് നമ്പേഴ്സ് വരുന്നുണ്ട്. ആ നമ്പേഴ്സ് നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ ആയിട്ട് പൊരുത്തപ്പെടുന്നതാണോ? അതിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും ജോലിയുടെ കാര്യത്തിലാണെങ്കിലും പറഞ്ഞ ഡേറ്റുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് വരുന്ന ദിവസങ്ങൾ അങ്ങനെ എന്തിനെ പറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ഈ നമ്പറുകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാകും. പിന്നെ കുറച്ച് സോഡിയാക് സൈൻ. പിന്നെ ആരോ എനിക്ക് കമൻറ്റിൽ ചോദിച്ചിരുന്നു ഈ സോഡിയാക് സൈൻ, ഞാൻ ഇതേപോലെ ക്യാൻസർ എന്ന് പറഞ്ഞിരുന്നു. ഇതെല്ലാം സോഡിയാക് സൈനുകളാണ്. ഓക്കെ, ആരോ ഇത് ക്യാൻസർ എന്ന് പറയുന്നത് അസുഖമാണോ എന്ന് ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ജെമിനി, വെർഗോ, സ്കോർപിയോ, ടോറസ് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്, സ്കോർപിയോ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്, സാജിറ്റാരിസ് വരുന്നുണ്ട്, ഏരീസ്, ജെമിനി റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്. നമ്പറുകൾ എന്ന് പറയുമ്പോൾ 6, 4, 9, 5 റിപ്പീറ്റ് ആവുന്നുണ്ട്, 7, 6 റിപ്പീറ്റ് ആവുന്നുണ്ട്, 9 റിപ്പീറ്റ് ആവുന്നുണ്ട്, 1, 8 ഇത്രയും നമ്പേഴ്സ് വരുന്നുണ്ട്. എല്ലാവരും കേൾക്കാൻ കൂടുതലും ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഈ വീഡിയോ കാണുന്നത് തന്നെ റിലേഷൻഷിപ്പ് ആയിരിക്കും. റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരൊറ്റ വാക്കി പറയുകയാണെങ്കിൽ നിങ്ങൾക്കിടയിലേക്ക് ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നോ കോണ്ടാക്റ്റ്, ലെസ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ എന്തൊക്കെ പരിപാടിയൊക്കെ ആയിരിക്കും. ഒരു ബ്രേക്കപ്പ്, അതിനുള്ള കാരണങ്ങൾ ഇതേപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് ഉണ്ടാകാം, ഈഗോ, ട്രസ്റ്റ് ഇഷ്യൂ, ജാതി, മതം, വിവാഹേതര ബന്ധങ്ങൾ, അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് വരുന്നത്, അങ്ങനെ എല്ലാ ഇഷ്യൂസും. അത്തരത്തിലൊക്കെ ഒരു ഇഷ്യൂലായിട്ട് നിങ്ങളൊരു ബ്ലോക്കായി പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും 6 എന്നൊരു നമ്പർ വരുന്നുണ്ട്. ചിലപ്പോൾ ഒരു 6 ദിവസമായിരിക്കാം, 6 മണിക്കൂറായിരിക്കാം. നിങ്ങൾക്കിത് കൂടുതൽ പേർക്കൊരു റീയൂണിയൻ സംഭവിക്കുന്നുണ്ടാകാം. ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു പങ്കാളിത്തം, ഒരു എന്താ പറയുക, ഒരു പാർട്ട്ണർഷിപ്പ്, എല്ലാ തരത്തിലുള്ളൊരു അഗാധമായൊരു പ്രണയം, ഒരു സ്ട്രെങ്ത് വരാം നിങ്ങളെ ഒരുമിച്ച്. പാർട്ട്ണർഷിപ്പ് എല്ലാ തരത്തിലും, ശാരീരികമായും മാനസികമായും എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഒന്നാകാൻ സാധിക്കുന്നു എന്നൊരു എനർജി ഇതിൽ പറയുന്നുണ്ട്. ഒരു ബാലൻസിലോട്ട് വരാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ. ഇപ്പോൾ നിങ്ങൾക്കിടയിലുള്ള ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പറഞ്ഞ് തീർത്ത് ഒരു ബാലൻസിലോട്ട് വരാൻ സാധിക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരു ഇതിലോട്ട് ഈ ഒരു ബന്ധം വഴിമാറാം. ചിലപ്പോൾ ഒരു വിവാഹം, അല്ലെങ്കിൽ അത് വീട്ടുകാരൊക്കെ അറിഞ്ഞിട്ട് ഓക്കെ ആവുന്ന ഒരു രീതിയിലോട്ട്, അല്ലെങ്കിൽ പണ്ടത്തേനേക്കാളും കംഫർട്ടായിട്ടുള്ള ഒരു സോണിലോട്ട് ഈ നിങ്ങളുടെ ഈ ഒരു ബന്ധം പറിച്ചു നടാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. അത്തരത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ആ കാര്യങ്ങളെ, ഇപ്പോൾ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളാണ്, ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ പരസ്പരം നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളെ, നിങ്ങൾക്ക് ആ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞിട്ട്
അതനുസരിച്ച് ഒരു സൊല്യൂഷൻ എടുത്തിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ പോകുമ്പോൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ആ കാർഡ് പറയുന്നത്. ലവേഴ്സ് കാർഡാണ്. ഓക്കെ, അത് പ്രണയമാണ്. പിന്നെ പണത്തിൻ്റെ ഒരു കാര്യം പറയുന്ന സമയത്ത് നമ്മളിലേക്ക് ഈ ഒരു സമയം നിങ്ങൾ ഒരുപാട് സെൽഫ് കെയർ ചെയ്യുന്ന സമയമാണ്. അതിപ്പോൾ നിങ്ങളുടെ ഒരു പ്രണയത്തിലാണെങ്കിലും സെൽഫ് കെയർ ചെയ്യുക. ആ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളുടെ എനർജി ചേഞ്ച് ആവാണ്. നിങ്ങളുടെ എനർജി ചേഞ്ച് ആയിക്കൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ. അല്ലാതെ നമ്മൾ അവർക്ക് വേണ്ടി കാത്തിരിക്കരുത്. ഇപ്പോൾ ഈ ഒരു റീഡിങ്ങിനെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞു പിന്നെ നിങ്ങളായിട്ടൊന്നും ചെയ്യേണ്ട. മനസ്സിലായോ? നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് തീർത്ത് വയ്ക്കുക. അല്ലാതെ നിങ്ങളെപ്പോഴും ഇത് തന്നെ നമ്മൾ ചിന്തിച്ച് ഇപ്പോൾ ഒരു മാനിഫെസ്റ്റിംഗ് കാര്യങ്ങൾ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ഇത് പകുതി പേർക്കും വർക്കാവാത്തത് നിങ്ങൾ ഓൾറെഡി അത് മാനിഫെസ്റ്റ് ചെയ്തിട്ട് അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനിഫെസ്റ്റേഷൻ, ലെറ്റ് ഗോ, ഇങ്ങനെ ഇത്തരം പ്രോസസ്സുകൾ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ഓർക്കാതിരിക്കുക. അത് സംഭവിച്ചോളും. ഓക്കെ, നമ്മളതിൽ ട്രസ്റ്റ് ചെയ്തു, നമ്മളത് ചെയ്തു, ഓക്കെ, കഴിഞ്ഞു, വിടുക. പിന്നെ അത് പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ എനർജി ചേഞ്ച് ആവുന്നില്ല. എനർജി ചേഞ്ച് ആകുമ്പോൾ മാത്രമാണ് എന്തൊരു കാര്യം മാറുന്നുള്ളൂ. നമ്മളീ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ടാരറ്റിന് ഉപയോഗിക്കുന്നത് നമുക്ക് മുമ്പിലൊരു പ്രശ്നം, ഉദാഹരണത്തിന് ആൾക്കാർക്ക് മനസ്സിലായപ്പോൾ നമുക്കൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലൊരു കുഴിയുണ്ട്. ഓക്കെ, നമുക്കതിനെ കടന്നു പോകണം എന്നാണെങ്കിൽ നമ്മൾ ഒന്നുകിൽ അത് ചാടി കിടക്കണം, അല്ലെങ്കിൽ ആ കുഴിയില്ലാത്ത ഭാഗത്ത് കൂടെ തിരിഞ്ഞു വന്ന് കയറണം. ഇതേതെങ്കിലും നമ്മളൊരു ആക്ഷൻ എടുത്താലല്ലേ കാര്യമുള്ളൂ. അപ്പം അത്തരം ആക്ഷൻസ്, കാര്യങ്ങൾ, ഒരു ഗൈഡൻസ്, അത്തരം കാര്യങ്ങളായിട്ടാണ് നിങ്ങൾ ഈ ടാരറ്റിനെ കാണേണ്ടത്. അല്ലാതെ എനിക്കിത് കടക്കാൻ പറ്റില്ല, മുമ്പിൽ കുഴിയാണെന്ന് പറഞ്ഞ് നിൽക്കുന്നവരാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ടാരറ്റ് കണ്ട് ഇയാളുടെ ടാരറ്റിൽ ഇങ്ങനെയാണ് പറഞ്ഞ പോസിറ്റീവ് ഇല്ല, വേറൊരു ടാരറ്റ് ഉണ്ട്, പോസിറ്റീവ് ഇല്ല. അപ്പോൾ പോസിറ്റീവ് തേടി പോകുന്നവരാണെങ്കിൽ ആജീവനാന്തകാലം പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കാര്യമില്ല. സൊല്യൂഷന് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്, ഗൈഡൻസിന് വേണ്ടിയിട്ട്. ഇതിനെ പാടെ നിങ്ങൾ അംഗീകരിക്കണം എന്നല്ല പറയുന്നത്. ഇത് വെച്ച് നോക്കി നിങ്ങളുടെ മനസ്സുമായിട്ട് നിങ്ങൾ ചിന്തിച്ചതിൻ്റെ നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് തോന്നുന്നതിന് നിങ്ങൾ കൈ കൊടുക്കുക, അല്ലെങ്കിൽ അതനുസരിച്ച് തീരുമാനം എടുക്കുക. അതാണ് ടാരറ്റ്. ഞാൻ വീണ്ടും പറയുന്നത്, പലർക്കും ടാരറ്റ് എന്താണെന്ന് തന്നെ അറിയില്ല. നമ്മുടെ അടുത്ത് റീഡിങ്ങിന് വരുമ്പോഴും ടാരറ്റ് എന്താ സംഭവം, ഇതങ്ങനെയാണോ, എൻ്റെ അടുത്ത് വന്ന് റീഡിങ് എടുത്ത് ആ വ്യക്തിനെ ഞാൻ തിരിച്ചു കൊണ്ട് കൊടുക്കുമോ, അങ്ങനെ പല കാര്യങ്ങളും. ഇതെന്താണ് സംഭവം എന്നറിയില്ല. ആദ്യമായിട്ട് എത്തിപ്പെടുന്നവരുണ്ടാകാം. അപ്പോൾ ഇത് സ്ഥിരം നമ്മുടെ ചാനൽ കാണുന്നത് ചിലപ്പോൾ ലാഗായിട്ട് തോന്നാം, ഇയാൾ എല്ലാ ദിവസവും ഇതല്ലേ പറയുന്നതെന്ന്. നമ്മൾ സ്ഥിരം സബ്സ്ക്രൈബേഴ്സിന് നോക്കുന്നുണ്ട്. പുതിയതായിട്ട് ഒരാൾ ഇതിലോട്ട് വരുമ്പോൾ അവർ വല്ലാത്തൊരു വിഷമഘട്ടത്തിലായിരിക്കും ഈ ഒരു സാഹചര്യത്തിലോട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ഒരാൾ കാണുകയാണെങ്കിൽ അവർക്ക് എന്താണ് ടാരറ്റ് എന്ന് മനസ്സിലാവണം. അല്ലാതെ അവിടെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം അതാണ്. പിന്നെ പേഴ്സണൽ റീഡിങ്ങിന് ഞാൻ പൈസ വാങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വെറുതെ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനും മനുഷ്യനല്ലേ, എനിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ളതല്ലേ. ഓക്കെ, അപ്പോൾ ആ ഒരു പർപ്പസിലാണ്. ഒരിക്കലും ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്പെൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങളൊരു തീരുമാനം എടുത്തിട്ട് പോവുക. സമയമാണെങ്കിലും പൈസയാണെങ്കിലും എന്താണെങ്കിലും സൊല്യൂഷന് വേണ്ടിയിട്ടാണ് ടാരറ്റ്. ഞാൻ വീണ്ടും പറയുന്നു. ഓക്കെ, തീരുമാനങ്ങൾ എടുത്ത് അതനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങളെ തന്നെ സെൽഫ് കെയർ ചെയ്യുക. എല്ലാ തരത്തിലാണെങ്കിലും. ഇപ്പോൾ നിങ്ങൾക്ക് കൊടുത്ത് തീർക്കാൻ പറ്റാത്ത ഒരുപാട് കടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾ ചാരിറ്റി കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോഴും എന്താ പറയുക, അധികാരവും ആധിപത്യവും അത്തരത്തിലുള്ള ഒരു എനർജി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആ ഒരു റീയൂണിയൻ സംഭവിക്കാത്തത് നിങ്ങളൊരു അധികാരവും ആധിപത്യവും ഓപ്പോസിറ്റുള്ള വ്യക്തിയെ ഭരിക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങൾ അനുവദിക്കാതെ അവരുടെ ഓക്കെ നിങ്ങൾക്ക് ഓക്കെ അല്ലാത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെ അത്തരം കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ഒരാളുടെ അടുത്ത് ഇതേപോലെ പണം കടം വാങ്ങിയൊക്കെ വല്ലാതെ എന്താ പറയുക താഴ്ന്നു നിൽക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് ഒട്ടും ഗതിയില്ലാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഇതും നമുക്ക് കടന്നു പോകണം എന്നൊരു എനർജിയോടുകൂടി തന്നെ പോകുമ്പോൾ നമുക്ക് 9 എന്നൊരു നമ്പറൊക്കെ വരുന്നുണ്ട്. നമ്മുടെ എല്ലാ അധ്വാനത്തിനും ഒരു പ്രതിഫലം ലഭിക്കുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ആദ്യം സ്റ്റാർട്ടിങ് ഒരു മന്തിൽ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് വീക്ക് ഇത്ര ദിവസമൊക്കെ നിങ്ങൾക്ക് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുവെങ്കിൽ അതിന് ശേഷം മേ ബി ഈ വീഡിയോ ഒക്കെ കണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത്, ഇത് ജനറലാണ്, ടൈംലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കാം. ആ ടൈം തുടങ്ങി നിങ്ങൾക്ക് നോക്കുന്നത് ടൈംലെസ് ആണ്. നമ്മൾ ഡിസംബറിൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് എന്ത് തന്നെയാണെങ്കിലും ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങൾ, കടങ്ങളാണെങ്കിലും എന്തൊരു പ്രശ്നമാണെങ്കിലും, കടത്തിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിലും കരിയറിലാണെങ്കിലും ഹെൽത്തിലാണെങ്കിലും നിങ്ങൾ അതിലോട്ട് അധ്വാനിക്കുന്നതിൻ്റെ ഒരു പ്രതിഫലം ലഭിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഒരു 9 days ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കാം. ഓക്കെ,
പോസിറ്റീവായിട്ടുള്ളൊരു ഇതാണ്. നമ്മുടെ ഒരു ലക്ഷറിയിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നുണ്ട്. എല്ലാ തരത്തിലും മറ്റാരെയും ആശ്രയിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അത് റിലേഷൻഷിപ്പോ കരിയറോ മണിയോ ഹെൽത്തോ എന്തായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള ലാഭങ്ങൾ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഈ ഒരു മാസത്തിൽ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ടാരറ്റിൻ്റെ എനർജി എന്നൊക്കെ പറയുമ്പോൾ മാക്സിമം ഒരു 4 ആഴ്ച തുടങ്ങി 8 ആഴ്ച വരെയാണ് നമ്മളൊന്നും പ്രതികരിക്കാതിരിക്കുമ്പോൾ. ഉദാഹരണം ഇപ്പോൾ എനിക്കൊരു ലവ് ഫെയിലിയർ ഉണ്ടായി, ഞാൻ ആദ്യത്തെ ദിവസം കരയുന്ന അത്രയും രണ്ടാമത്തെ ദിവസം ഞാൻ കരയില്ല, ഒരാഴ്ച ഞാൻ കരയില്ല. പിന്നെ ഇങ്ങനെ പറയുമ്പോൾ അത് പതിയെ പതിയെ കുറഞ്ഞു കുറഞ്ഞു വരും. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ എനർജി, ഞാൻ ആ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥ മാക്സിമം ഒരു 8 ആഴ്ച കൊണ്ടൊക്കെ ഞാൻ എന്തായാലും ഓവർകം ചെയ്യും. നമ്മളതിനെ മറന്നു തുടങ്ങി നമ്മൾ പുതിയ കാര്യങ്ങളിലേക്ക് വന്നു തുടങ്ങും. അങ്ങനെയാണ് എനർജി ചേഞ്ച് ആവുന്നത്. അപ്പോൾ ഇതൊരു ലൈഫ് ലോങ് നിൽക്കുന്ന എനർജി അല്ല. നമ്മുടെ പ്രശ്നത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അതിലോട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കുമ്പോൾ അവിടെ നമ്മുടെ എനർജി ചേഞ്ചായി. ആക്ച്വലി അതിനാണ് നമ്മൾ ടാരറ്റ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ വീണ്ടും പറയുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ അത്തരത്തിൽ വരുമ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക, നമുക്കിതും കടന്നു പോകണം എന്നൊരു എനർജിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിതെല്ലാം സംഭവിക്കും. ഓക്കെ, ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് നെഗറ്റീവാണ്. ഇപ്പോൾ ഒരു ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ബ്രേക്കപ്പായി, സെറ്റാവില്ല, കഴിഞ്ഞു. ഇതാണ് നമുക്ക് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു വില കൊടുക്കാതെ നിങ്ങൾ നെഗറ്റീവ് തോട്ടിൽ കൂടെ ആ പ്രോസസ്സ് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ എനർജി ചേഞ്ച് ആവാത്തത്. അപ്പോൾ നിങ്ങൾ സ്വയം സ്വയം ഒരു തടവറയിലാക്കി നിങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്താണ്. ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല നിങ്ങളെ ഓപ്പോസിറ്റിലൊരു വ്യക്തി കാണുന്നത്, പുറത്തുള്ള ഒരാൾ കാണുന്നത് മറ്റൊരു കണ്ണി കൂടെ ആയിരിക്കാം. നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ കാര്യങ്ങളെല്ലാം ഈ ഒരു മാസത്തിൽ മാറ്റുക എന്നൊരു കാര്യം പറയുന്നുണ്ട്. സ്വയം തടവറയിലാവാതിരിക്കുക. ഓക്കെ, കണ്ണടച്ച് എനിക്കൊന്നും അറിയേണ്ട എന്നൊരു രീതിയിൽ ഇരിക്കാതിരിക്കുക. നമ്മളതിന് വർക്ക് ചെയ്യുക. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ നമുക്ക് തരണം ചെയ്യാൻ, അതിനെ ഓവർകം ചെയ്യാനുള്ള നെക്സ്റ്റ് സൊല്യൂഷൻസ്, നെക്സ്റ്റ് വഴികൾ നോക്കി പോവുക. കാരണം ആ ഒരു പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞ് അവിടെ ഇരിക്കുകയാണെങ്കിൽ ആ പ്രശ്നം അവിടെ ഇരിക്കും. നമ്മളതിന് എതിരായിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമ്പോൾ മാത്രമാണ് നമുക്കതിനെ, കാരണം നമുക്കത് സോൾവ് ചെയ്താലാണ് നെക്സ്റ്റ് ഇതിലോട്ട് മുന്നോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ആ പ്രശ്നം സോൾവ് ചെയ്താലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നത്തേക്ക് ആക്കാതെ നമുക്കത് ഇപ്പോഴേ സോൾവ് ചെയ്ത് പോയാൽ നമുക്കൊരു ക്ലാരിറ്റി വരും കാര്യങ്ങൾക്ക്. ഓക്കെ, എപ്പോഴാണെങ്കിലും നമ്മൾ തന്നെ തീർക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആദ്യമേ തീർത്തൂടെ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഒരു മെൻ്റൽ ക്ലാരിറ്റി വേണം, അല്ലെങ്കിൽ അത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് ഈ ഒരു മാസത്തിൽ. എന്തുതന്നെ പുതിയ ആശയങ്ങൾ നിങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്, എന്ത് കാര്യത്തിലാണെങ്കിലും. അതിന് ചിലപ്പോൾ ഒരു പ്രണയത്തിൽ നിങ്ങളുടെ ഈഗോ കാര്യങ്ങളൊന്നും മാനിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഓക്കെ, എൻ്റെ ഭാഗത്തായിരുന്നു പ്രശ്നം എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ടാകാം. ഇപ്പോൾ കരിയറിലാണെങ്കിൽ ഓക്കെ, ഇതേപോലെ തന്നെ ഞാൻ നല്ല രീതിയിൽ അതിന് വേണ്ടി പ്രയത്നിച്ചില്ല. ഇപ്പോൾ കുറേ പേര് പറയും റീഡിങ് എടുക്കാൻ വരുമ്പോൾ ഞാൻ കുറേ സ്ഥലത്ത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, നമ്മൾ ട്രൈ ചെയ്തിട്ട് നമുക്ക് കിട്ടാത്തത് അതിനർത്ഥം നമ്മൾ ട്രൈ ചെയ്ത് പോരാ, ഇത്തിരി കൂടി ട്രൈ ചെയ്താലാണ് നമ്മൾ ആഗ്രഹിച്ച ഇതിലോട്ട് നമ്മൾ എത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വീണ്ടും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നൊരു കാര്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഒരു മെൻ്റൽ ക്ലാരിറ്റിയോട് കൂടി തന്നെ ഈ ഒരു മന്ത് നോക്കാം. പുതിയ വഴക്കുകൾ, പ്രശ്നങ്ങൾ, കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏതൊരു വ്യക്തിയായിട്ടാണെങ്കിലും നമ്മളായിട്ട് ഇഷ്യൂ ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ കുറേ പേർക്കൊക്കെ ഇതിൽ റെസണേറ്റ് ആകുന്നു എന്ന് എനിക്കറിയില്ല. സർജറി കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിക്കുന്നുണ്ടാകാം ഈ ഒരു മന്തിൽ. അത് ക്ലിയർ ആവുള്ളത് നിങ്ങളുടെ ഒരു എന്താണോ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു സർജറി ആവശ്യമായിട്ട് വരുന്നതോ, അതേപോലെ തന്നെ പ്രസവം, അങ്ങനെ എന്തൊരു കാര്യമായിട്ടോ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഒരു സർജറി കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ സംഭവിക്കുന്നുണ്ടാകാം. ഓക്കെ, ഈ ഒരു മന്തിലെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് ആ ടൈം തുടങ്ങി ഒരു 1 മന്തിലെ ഒരു മന്ത്ലി പ്രഡിക്ഷൻ പോലെയാണ് നമ്മൾ ഈ റീഡിങ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു മന്തിൽ നിങ്ങൾക്കൊരു എന്താണ് നിങ്ങളുടെ ഒരു ആവശ്യം, ആ പർപ്പസ്, ഇപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയിലേക്ക് റീയൂണിയൻ വേണമെന്നാണെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷനോ കാര്യങ്ങളോ നല്ല രീതിയിൽ എടുക്കുന്നില്ല. മനസ്സിലായോ? നിങ്ങളുടെ ഒരു ഇല്യൂഷനിൽ ഇങ്ങനെ പോവുകയാണ്, നിങ്ങൾ കൺഫ്യൂഷനാണ്, എന്താണ് വേണ്ടതെന്ന് അറിയില്ല, എവിടേക്കാണ് വഴി തിരിഞ്ഞു പോകേണ്ടത് എന്നറിയാതെ നിൽക്കുന്നൊരവസ്ഥ കാര്യങ്ങൾ. അപ്പോൾ ഇതിനൊരു പേഴ്സണൽ വാല്യൂ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ ആ ഒരു കാര്യത്തിൽ ചിന്തിച്ച് തീരുമാനം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മേ ബി റീയൂണിയൻ കാര്യങ്ങൾക്കൊക്കെ സാധ്യതകളുണ്ട്. അതിപ്പോൾ ജോലിയാണെങ്കിലും ഹെൽത്തിലാണെങ്കിലും, ഇപ്പോൾ ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് നമുക്ക് അവിടെ വിചാരിച്ചത്ര ഫലം കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് മറ്റൊരു ഡോക്ടറെ നോക്കാം, അല്ലെങ്കിൽ
അങ്ങനെ അത്തരത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് വരുത്താൻ നമ്മുടെ പ്രശ്നത്തിന് ഹെൽത്ത് ഇഷ്യൂ ആണെങ്കിലും പണത്തിൻ്റെ ആണെങ്കിലും എന്താണെങ്കിലും അതിനെ സോൾവ് ചെയ്യാൻ നോക്കുക. അത് തീർക്കണം എന്നൊരു ചിന്ത നമുക്കുണ്ടായാൽ മാത്രമാണ് നമുക്കതിനെ തീർക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ പരിശ്രമിക്കണം എന്നർത്ഥം. അപ്പോൾ അതിന് നല്ല രീതിയിൽ പരിശ്രമം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പേർക്ക് ഇത്തരം പരിശ്രമങ്ങൾ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഗോളിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്തത് എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ ഒരു നല്ലതോ ചീത്തയായിട്ടുള്ള ഏതൊരു അവസ്ഥയാണെങ്കിലും ആ ഒരു അവസ്ഥയെ അംഗീകരിക്കുക. ഓക്കെ, ഇതാണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കി ആ ഒരു സാഹചര്യം, ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മളവിടെ നിന്ന് കുഴങ്ങാതെ അതിൽ നിന്ന് മാറിപ്പോവുക, മൂവ് ഓൺ ചെയ്തു പോവുക എന്ന് പറയുന്നുണ്ട്. അതുവഴി നിങ്ങളുടെ സമാധാനത്തിന് നിങ്ങൾ കണ്ടെത്തുക. സമാധാനം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതിപ്പോൾ പാട്ടാകാം, പടം വരെയാവാം, അങ്ങനെ എന്താണോ, സിനിമ കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്നതായിരിക്കാം, ഭക്ഷണം കഴിക്കുന്നതായിരിക്കാം, എന്താണോ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആനന്ദിപ്പിക്കുന്നത് ആ ഒരു കാര്യത്തിലോട്ട് വന്നിട്ട് നിങ്ങൾ സമാധാനം. കുറേ പേരൊക്കെ കഥകളൊക്കെ എഴുതുന്നവരുണ്ടാകാം. അങ്ങനെ അത്തരത്തിൽ നിങ്ങളെ പേഴ്സണലി ഒന്ന് സെറ്റ് ചെയ്യുക, മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്യുക. നിങ്ങൾ ക്ഷമിക്കുക. ഇപ്പം നിങ്ങളോട് ആര് എന്തൊരു കാര്യങ്ങൾ ചെയ്താലും അതിനോട് ക്ഷമിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മളിനി അതിലോട്ട് വേറെ നമുക്ക് പറ്റി, ഇപ്പോൾ നമ്മളൊരാളെ തേച്ചു, അല്ലെങ്കിൽ നമ്മളെ ചതിച്ചു, പണം കൈ കൊടുത്ത്, അല്ലെങ്കിൽ പ്രണയം കൊണ്ട്, എങ്ങനെ വേണമെങ്കിലും ആവാം. ഓക്കെ, നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി. അവർ നമ്മളെ ചതിച്ചത് അവരുടെ ബ്രില്യൻസ് കൊണ്ട് ആണ്, നമ്മുടെ മണ്ടത്തരമാണ്. ഓക്കെ, അല്ലാതെ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവൻ എന്നെ ചതിച്ചു, നമ്മുടെ മണ്ടത്തരം കൊണ്ട് പറ്റിയതല്ല. നമ്മൾ നാലാളോട് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ തന്നെയാണ് നാണം കേടുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ എടുത്തിട്ട് അത്തരം കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു സമാധാനത്തിൽ നോർമൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞു, സെൽഫ് കെയർ ചെയ്യാം. നിങ്ങളെ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടി നോക്കുക. എന്താണ് നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് മനസ്സിന് സമാധാനം തരുന്നത്, എന്താണ് നിങ്ങളെ ഹാപ്പി ആക്കുന്നത്, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പോവുക. കാരണം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലോ കാര്യങ്ങളിലൊന്നും അല്ല നിങ്ങളുള്ളത്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫ്രീഡത്തിന് നേടിയെടുക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിലെ റുട്ടീൻസ് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യുക. ഓക്കെ, എല്ലാം നഷ്ടപ്പെട്ട പോലെ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്നർത്ഥം. അങ്ങനെ ഇരുന്നാൽ നമ്മളവിടെ ഇരിക്കുന്ന നേരത്തെ കുഴിയിലെ കഥ പറഞ്ഞ പോലെ. പിന്നെ ഇതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയം ഒരുപാട് മതം കാര്യങ്ങളിൽ ഭക്തിയൊക്കെ കൂടുന്നൊരു സമയമായിരിക്കാം. ഒരുപാട് എന്താ പറയുക, നമ്മൾ ആൾക്കാർക്ക് ഇത് പൈസയൊക്കെ കൊടുക്കുന്നുണ്ടാകാം, ദാനം ചെയ്യുന്നുണ്ടാകാം, അത്തരം കാര്യങ്ങളുണ്ടാകാം, ഫുഡാകാം, പൈസയാകാം, ഒരു കരുണ, എല്ലാ കാര്യങ്ങളൊക്കെ ഉള്ളൊരു സമയമായിരിക്കും ഈ ഒരു സമയം. അപ്പം എല്ലാ തരത്തിലാണ് നിങ്ങൾ ചിലപ്പോൾ ഒരു സമൂഹം, നിങ്ങൾ ഈ ഒരു ബന്ധങ്ങളിൽ നിങ്ങൾ ആ മനസ്സിൽ വിചാരിച്ച വ്യക്തിയൊക്കെ ചിലപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ആരെ വിചാരിച്ചാണ് നിങ്ങളൊരു വ്യക്തിനെ വിചാരിച്ചാണ്, കാരണം അതൊരു വിവാഹേതര ബന്ധമൊക്കെ ആയിരിക്കുക, സമൂഹം അംഗീകരിക്കാത്ത തരത്തിലുള്ളത്. ഓക്കെ, ആ ഒരു ബന്ധത്തിൽ ചിലപ്പോൾ നിങ്ങൾ പാരമ്പര്യത്തോടു കൂടി തന്നെ നിലനിർത്തി കൊണ്ടുപോകണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകാം. നിങ്ങൾക്ക് അതിന് സാധിക്കുന്നുണ്ടാവില്ല. ഒരു പ്രണയം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന് മതമൊക്കെ ഒരു വലിയൊരു തടസ്സവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയം അത്തരത്തിലുള്ളൊരു കാലഘട്ടം കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നിങ്ങൾ ഒട്ടും വിചാരിക്കാത്ത രീതിയിലേക്ക് പല കാര്യങ്ങളും പിന്തിരിഞ്ഞ് പോകുന്നുണ്ടാകാം, മാറിപ്പോകുന്നുണ്ടാകാം. അത് എന്ത് തന്നെയാണെങ്കിലും അതങ്ങനെ സംഭവിക്കാനുള്ളതാണ് എന്നൊരു റിയാലിറ്റിയിലേക്ക് വരാം. കാരണം നമ്മൾ ആഗ്രഹിച്ച പോലെ ചിന്തിക്കണമെന്ന് വെച്ചാൽ അത് വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും ഒരു അവസാനം നിലപാടെടുക്കാൻ ഈ ഒരു മാസം, അതൊരു പണത്തിൻ്റെ കാര്യത്തിലോ റിലേഷൻഷിപ്പിലോ എന്തൊരു കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്കൊരു നിലപാടെടുക്കാൻ സാധിക്കുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, കുറച്ച് പേരൊക്കെ എന്താണ് മുന്നോട്ട് എന്നറിയാതെ പകച്ചു നിൽക്കുന്ന അവസ്ഥയിലുള്ളവരുണ്ടാകാം. നല്ല രീതിയിൽ ചിന്തിക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു മറുപടി കിട്ടുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത്, അവിടേക്ക് എന്തൊരു ആക്ഷനാണ് എടുക്കേണ്ടത് എന്നുള്ള ധൈര്യം കാര്യങ്ങളൊക്കെ തന്നെ ആ വ്യക്തിക്ക് ഉണ്ടാവുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ബലം എന്ത് തന്നെയാണെങ്കിലും ഏതൊരു കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്കൊരു ബലം സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഒരു പൂർത്തീകരണം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ നല്ല രീതിയിൽ പ്രയത്നിക്കുമ്പോൾ, അതിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഗുണങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു മന്ത് ലവിലാണെങ്കിലും കരിയറിലാണെങ്കിലും എന്തിലാണെങ്കിലും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്തൊരു കാര്യവും ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് വയ്ക്കേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ നമുക്ക്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാൻ പോവുക, അതങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്കത് വല്ലാത്തൊരു എന്താ പറയുക, മോഹഭംഗത്തിന് ഇടയാവും. അപ്പോൾ നമ്മളത് പ്രതീക്ഷിക്കാതെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെല്ലാം ബോണസാണ്. പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു പോവുക. കാരണം നമ്മൾ അതിനെ ആഗ്രഹിക്കുമ്പോൾ നമുക്കത് ലഭിച്ചില്ലെങ്കിൽ വല്ലാത്തൊരു ദുഃഖം തരും. ആ ദുഃഖം നമ്മളെ
പല രീതിയിലേക്കും. ഇപ്പോൾ നിങ്ങൾ ഈ ഡയറക്റ്റ് കണ്ട് വല്ലാത്തൊരു വിഷമാവസ്ഥയിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇതെല്ലാം പോകുന്നുണ്ട്. കാരണം ഓപ്പോസിറ്റുള്ള ഒരു വ്യക്തിയെ ചിന്തിച്ചിട്ടായിരിക്കും നിങ്ങളെവിടെ ഇരുന്ന് കരയുന്നത്. ഓപ്പോസിറ്റുള്ള വ്യക്തി ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും നടക്കുന്നത്. അയാൾക്കില്ലാത്ത കുഴപ്പം നിങ്ങൾക്കാണ്. നിങ്ങളങ്ങനെ അത്തരത്തിലൊരു കുഴപ്പത്തിലിരിക്കുമ്പോൾ നിങ്ങളുടെ എന്തൊക്കെ നഷ്ടപ്പെടുന്നു വെച്ചാൽ കരിയർ, ജോബ്, ഹെൽത്ത്, എല്ലാ കാര്യങ്ങളും. കാരണം നിങ്ങൾ മാത്രമേ ആ വ്യക്തിനെ ചിന്തിക്കുന്നുള്ളൂ, അതിലൊരു മാറ്റം ഉണ്ടാകുന്നില്ല. അത്തരം കാര്യങ്ങളിൽ ഇരിക്കാതിരിക്കുക, ഒന്നിനെയും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, അത് ലഭിക്കണമെന്നില്ല ഈ ഒരു മാസം. ഓക്കെ, ക്ഷമയോടുകൂടി കാത്തിരിക്കാന്നൊരു എനർജി ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് പേഴ്സണൽ സെലിബ്രേഷൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു മന്ത് ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ എന്ത് തന്നെയാണെങ്കിലും വഴക്കുകൾ മറ്റുള്ളവരൊക്കെ ആയിട്ട് ഉണ്ടാവാനുള്ള സാധ്യതകളെയും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളതിനെ മുൻകൂട്ടി അതിനെ അത്തരത്തിൽ ഹാൻഡിൽ ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു മുൻകൂട്ടി അത്തരത്തിലൊരു ഗൈഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്തരം ഒരു കാര്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, അതാണ് അതിൻ്റെ ഗൈഡൻസ് എന്ന് പറയുന്നത്. അല്ലാതെ പറഞ്ഞ പോലെ സംഭവിക്കുമെന്നല്ല. അത്തരം ഒരു സാഹചര്യം വന്നാൽ ഓക്കെ, അതിങ്ങനെ കേട്ടിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അത്തരം സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കാം. നമ്മൾ അവിടെ നിന്ന് മാറുമ്പോൾ ചിലപ്പോൾ വലിയൊരു പ്രശ്നം ഒഴിവാകുന്നുണ്ടാകാം. ഓക്കെ, പിന്നെ അങ്ങനെ ഒരു പാർട്ടി കാര്യങ്ങളൊക്കെ വരുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മാസം മൊത്തത്തിലൊരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ പുറത്തു നിന്നുള്ളത് ആരുടെയാണെങ്കിലും സപ്പോർട്ടുകൾ കാര്യങ്ങൾ കുറവായിരിക്കും. ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലായിരിക്കില്ല. വീട്ടിലെ ചെറിയ വഴക്കുകൾ കാര്യങ്ങൾ അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ കുറേ മാറ്റങ്ങളൊക്കെ ഈ ഒരു മന്ത് സംഭവിക്കുന്നുണ്ട്. ശാരീരികമായിട്ടായിരിക്കാം, മാനസികമായിട്ടായിരിക്കാം, വ്യക്തികളായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം, ജോലിയിലായിരിക്കാം, ഹെൽത്തിലായിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് ആകസ്മികമായിട്ട് വന്ന് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് സംഭവിക്കുന്ന എന്തൊരു കാര്യമാണെങ്കിലും നമുക്കിതിനെ തരണം ചെയ്ത് പോയേ പറ്റൂ എന്ന് പോസിറ്റീവായിട്ട് മുന്നോട്ട് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് മറ്റേ ചാനലിൽ നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി അവർ കടന്നു പോകുന്ന സാഹചര്യം അറിയണോ? ആ വ്യക്തിനെ ചിന്തിച്ച് കാണുകയാണെങ്കിൽ അത് നിങ്ങളുടെ സാഹചര്യങ്ങളാണോ എന്ന് നോക്കാവുന്നതാണ്. നമ്മുടെ പുതിയ ചാനലായ മിഷാനി ലൈവ് ടാരറ്റിലാണ് നമ്മളത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മന്ത് ഈ ഡിസംബറിൽ നിങ്ങൾക്കായിട്ടുള്ള തടസ്സങ്ങൾ മാറുമോ? ലവിലും കരിയറിലും മണിയിലും ഹെൽത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടോ, സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം. നമ്മുടെ മറ്റേ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ പുതിയ വീഡിയോ നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി കടന്നു പോകുന്ന സാഹചര്യം അറിയണോ എന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ടൈം ലൈനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ചാനലിലോട്ട് പോകാൻ പറ്റും, ആ വീഡിയോയിലോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണ്. താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ എമൗണ്ട് അടച്ച് ഒരു 24 hours തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിംഗ് കിട്ടും. ഓൺ കോളിലായിരിക്കും. നമ്മൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയും. ലിമിറ്റഡ് ആയിട്ടുള്ള റീഡിങ്സ് എടുക്കുന്നുള്ളൂ. ഓക്കെ, എമൗണ്ട് കൂടുതലാണ്. താല്പര്യമുള്ളവർ മാത്രം വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി.